നമസ്കാരം, ലൈഫ് കോച്ച് ഷീജയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് നിർമായ റിസോർട്ടിലാണ്. ഈ ഒരു റിസോർട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രകൃതി രമണീയമായിട്ടുള്ളൊരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റിസോർട്ടാണ്. അപ്പോൾ ഇതൊരു 5 സ്റ്റാർ റിസോർട്ടാണ്, കുമരകത്താണ്. അപ്പോൾ ഇവർക്ക് എനിക്ക് തോന്നുന്നു ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട്, മൾട്ടിപ്പിൾ ലൊക്കേഷനിലുണ്ട്. കോവളം, എനിക്ക് തോന്നുന്നു തേക്കടി, അതിരപ്പള്ളി, കോവളം അല്ലേ? അതെ, അവർക്ക് മൾട്ടിപ്പിൾ ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു 2 ദിവസം ഞങ്ങൾ ഇവിടെയാണ് താമസിച്ചത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, വളരെ സ്പേഷ്യസ് ആണ്. നമ്മൾക്ക് അത്രയും ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ നമ്മൾക്ക് ഒന്ന് കാണാം എന്താണ് ഈ ഒരു റിസോർട്ടെന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇത് ശരിക്കും റിസപ്ഷനാണ്. റിസപ്ഷനിൽ വരുമ്പോൾ തന്നെയുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ വെൽക്കം ചെയ്യുവാണ്. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും മാലകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ കളമ്പൊക്കെ തൊട്ടിട്ടാണ് ഓരോ ആൾക്കാരെയും ഇതിലേക്ക് എൻട്രി ചെയ്യണത്. അപ്പം എഗെയിൻ ഇത് വരുമ്പോൾ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര നല്ലൊരു ഉള്ളിയൊക്കെ വെച്ചിട്ട് പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു വാട്ടർ ബോഡി ഉണ്ട്. അതിനകത്ത് വളരെ നല്ല രീതിയിൽ ഭംഗിയുള്ള മത്സ്യങ്ങൾ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് നമുക്ക് കാണാം. അത്രയും പ്രകൃതി രമണീയമാണ് ഈ സ്ഥലം. ഏത് സ്ഥലത്തേക്ക് നോക്കിയാലും പച്ചപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ തിരിഞ്ഞ് പോന്നു കഴിഞ്ഞാൽ റിസപ്ഷനിലേക്ക് കയറുന്ന അടുത്ത ലെവലിലാണ് റിസപ്ഷൻ കിട്ടുന്നത്. വന്നിട്ട് സ്റ്റെപ്പ് കയറി പ്രത്യേകത അത്രയും എന്താണ് എല്ലാം ഭയങ്കര അല്ലേ? അതെ അതെ, ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര സ്പേഷ്യസ് ആണ്. ഇങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ വലിയൊരു നിലവിളക്ക് ശരി പറഞ്ഞ പോലെ 7 തട്ടുള്ളൊരു നിലവിളക്കാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത്. 7 നില. ഇവിടെ ഒത്തിരി മ്യൂസിക് ഈവെന്റുകളൊക്കെ. ഇത് റിസപ്ഷനാണ്. റിസപ്ഷനിലേക്ക് ഇങ്ങനെ വരുമ്പോൾ തന്നെ അത്രയും സ്പേഷ്യസ് ആണ്. ഇന്നിപ്പോൾ ഇവിടെ ആക്ടിവിറ്റീസ് ശരിക്കും എന്തൊക്കെയാണ് ഉള്ളത്? ചെയ്യുമ്പോൾ രാവിലെ 7:30 to 8:30 AM മോർണിംഗ് യോഗയുണ്ട്. അത് കഴിഞ്ഞാൽ ഫിഷിനെ ഫീഡ് ചെയ്യാം നമുക്ക്. ഒത്തിരി ആക്ടിവിറ്റീസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ ഒരു റിസോർട്ട് പോണത്. അഗെയിൻ ഈസ് റീഡിങ്, മെഡിറ്റേഷൻ, യോഗ, ഹൈ ടീ ശരിക്കും പുറത്താണ് സെർവ് ചെയ്യണത്. അഗെയിൻ ഒരു സ്റ്റേജ് ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് കാണാം. ആസ് യു ക്യാൻ സീ, ഇത് ഞങ്ങളുടെ എൻട്രൻസും ഇവിടെയാണ് കാർ പാർക്കിംഗ് ഒക്കെ വരുന്നത്. ആൻഡ് ഇപ്പോൾ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ഇതിലാണ് നമ്മുടെ സ്പായും വേറെ ഫെസിലിറ്റീസൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് എന്തായാലും എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞോണ്ട് ഇത് നല്ലൊരു ഏരിയ ആണ്. ബിക്കോസ് കുറേ പച്ചപ്പും അതുകൂടാതെ ഒരു റിജുവിനേഷൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഇപ്പോൾ മമ്മി പറഞ്ഞ പോലെ നമ്മളുടെ ഇവിടുത്തെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ അത്ര നല്ല സ്റ്റാഫാണ്. എവിടെ ചെന്നാലും ചിരിക്കുന്ന മുഖങ്ങൾ മാത്രമാണ് കാണാൻ കിട്ടുന്നത്. സ്പാ സെന്റർ ആണ് മോളെ ഇത്. പിന്നെ മെഡിറ്റേഷൻ ഉണ്ട് അല്ലേ? മെഡിറ്റേഷൻ റൂംസ് ഉണ്ട്. ഇവിടെ എന്തൊക്കെയാണ് മോളെ ഉള്ളത്? ഇവിടെ ജിം ഉണ്ട്, ആക്ടിവിറ്റി റൂം ഉണ്ട്, പിന്നെ നമ്മുടെ സ്പായും ആണ്. ഓക്കെ. സ്പാ ശരിക്കും ഇത് ആയുർവേദിക്കാണ്. എത്ര രൂപ ചാർജ് ചെയ്യണ്ട ശരിക്കും? അത് ഫുൾ ബോഡിക്ക് നമുക്ക് 5,000 ആണ്. ഓക്കെ, ഫുൾ ബോഡി 5,000 ആണ്. അപ്പോൾ ഇത് വളരെ ഏറ്റവും ആയുർവേദിക്കായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഒരു റിസ്ക് ഒന്നും ഇല്ല. ഞാൻ പറയാം, അവർക്ക് അവരുടെ എന്താണ് പ്രശ്നങ്ങൾ എന്ന് അറിഞ്ഞിട്ട് തന്നെ അവർ വർക്ക് ചെയ്യണമല്ലോ ഉണ്ട്. ഓക്കെ, അത് ഡോക്ടറെ വെറുതെ ചെയ്യുന്ന ഒരു സ്പാ അല്ല, ഡോക്ടർ വന്നിട്ട് നമുക്ക് ഓരോ റൂംസും നമുക്ക് ഇത് കാണാം. ദിസ് ഇസ് ഒരു റൂമാണ്. അഗൈൻ ഓരോ സ്ഥലത്തും നല്ല അടിപൊളി പെയിന്റിങ്സും നമുക്ക് കാണാൻ സാധിക്കും. വലിയ പെയിന്റിങ്സ് ആണ് കേട്ടോ. ആജ്ന. അപ്പൊ ഓരോ റൂമിനും അജ്ന എന്നാണ്. ഇങ്ങനെ there is a lot of rooms. ഓരോ റൂമിൽ പോയി കഴിഞ്ഞാൽ പേരുകൾ തന്നെ. ഇതിന്റെ സെന്ററിൽ നമുക്കൊരു സ്ക്വയർ ഏരിയയിൽ ഒരു നല്ല ബ്യൂട്ടിഫുൾ ഗാർഡൻ ആണ്. അതെ, അങ്ങനെയുള്ളൊരു ഇപ്പൊ പണ്ടത്തെ തറവാട് സ്റ്റൈലാണ് മോളേത്.
നടുമുറ്റാണ്. അപ്പോൾ അതിൽ തന്നെ നല്ല ചെടികൾ ചെത്തിയും ഏറ്റവും നല്ല വൈബ് ഉയർത്തുന്നത്. ഇവിടെയാണ് മോർണിംഗ് എല്ലാവരും യോഗ ചെയ്യാൻ മോർണിംഗും ഈവനിങ്ങും വരുന്ന സ്ഥലം ഇതാണ്. എത്ര ക്ലീനാ നോക്കിയേ. അപ്പം അങ്ങനെ നമുക്ക് ഓരോ റൂംസും ഉണ്ട്. ഇപ്പം പറഞ്ഞ പോലെ ഓരോ റൂമിനും ഓരോ പേരും ഉണ്ട്. ആൻഡ് നല്ലൊരു ഏരിയ ആണ്, ഏറ്റവും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇഫ് യു ആർ ഇൻ കേരള ഓർ ഈവൻ ഫ്രം ഔട്ട്സൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരിക്കലൊക്കെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് വന്ന് നോക്കേണ്ട ഒരു സ്ഥലമാണ്. കാര്യം അവരൊരു എത്രയോ കോടികൾ മുടക്കിയിട്ട് അവർ ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടി നമ്മൾക്ക് വേണ്ടി ഒരുക്കി വെക്കണത്. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊക്കെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു റൂമിലേക്ക് നമ്മളിപ്പോൾ ഒന്ന് കാണാം. സോ ദിസ് ഈസ് വൺ റൂം. അതെ, ഇതൊരു ട്രീറ്റ്മെൻറ്റ് റൂമാണ്. അപ്പോൾ കാണാൻ പറ്റും എത്ര ഹൈജീനിക് ആണ്, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റിന് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും നല്ല രീതിയിൽ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള അത്രയും നല്ല ആറ്റിറ്റ്യൂഡുള്ള സ്റ്റാഫാണ് എല്ലാവരും. അത് എക്സ്പെഷ്യലി പല സ്ഥലത്ത് കിട്ടാക്കന്നെയാണ്. പക്ഷെ ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടത് എല്ലാ ആൾക്കാരുടെയും ഒരു വൈബ് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു രീതിയിലുള്ള ഒരു നെഗറ്റിവിറ്റിയും ഈ ഒരു ഈ ഒരു പ്രോപ്പർട്ടി കയറി കഴിഞ്ഞാൽ ഫീൽ ചെയ്യില്ല. എത്ര ഓവർ തിങ്കിങ് വന്ന് ഒത്തിരി നെഗറ്റീവായിട്ടിരിക്കുന്ന ഏതൊരാൾക്കും അവരുടെ ലൈഫിൽ അവരുമായിട്ടൊരു സോൾ കണക്ഷൻ ഉണ്ടാവാനും അവർക്ക് അത്ര ആക്റ്റീവായിട്ട് അവരുടെ ലൈഫിലേക്ക് തിരിച്ചു പോകാനും ചാർജ്ഡായിട്ട് അവരുടെ ഓരോ മോർണിംഗ്സും വിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് നിർമായ റിസോർട്ട് ഏതൊരാൾക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളങ്ങനെ 2 ദിവസം നിർമായ റിസോർട്ടിലായിരുന്നു. ഈ ഒരു റൂം തന്നൊരു മെമ്മറി അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം തന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നിർവചിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ 2 ദിവസമായിട്ട് ഇപ്പോൾ ഇവിടെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ തിരിച്ചു പോകാൻ പോവാണ് ഇവിടുന്ന്. അപ്പോൾ ഞാൻ ഓർത്തു ഞങ്ങൾ റൂം ഒന്ന് കാണിക്കാം, എവിടെയാണ് ഞങ്ങൾ താമസിച്ചത്, എന്താണ് ഇത്. ഈ റൂമിന്റെ പേര് കേച്ചേരി. അതാണ് ഈ റൂമിന്റെ പേര്. ഓരോ ജില്ലയ്ക്ക് ഓരോ പേരുണ്ട്. ഒരെണ്ണത്തിന്റെ ഞങ്ങളുടെ ചാലക്കുടി, ഒരെണ്ണത്തിന്റെ അങ്ങനെ പല നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ പേരുകൾ. അപ്പൊ കേച്ചേരിയിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പൊ കേച്ചേരി എങ്ങനെ ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്ക് എങ്ങനെ കേച്ചേരി ഞങ്ങൾ വെച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് കേച്ചേരിയുടെ ഫോയർ കയറി വരുന്നത്. ഇതാണ് നമ്മൾ താമസിക്കുക. നമുക്ക് ഇത്രയും നല്ല മെമ്മറീസ് ഒക്കെ തന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട റൂമാണ്. അപ്പൊ ഇതില് ഇങ്ങനെ തുടക്കുക നേരെ നമ്മളെ സംബന്ധിച്ചാൽ ജയ്മൺ ബാൽക്കണിയാണ്. ഈ ബാൽക്കണി നേച്ചർ ഇങ്ങനെ നേരെ നമ്മൾ മാടി വിളിക്കുകയാണ്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് രാവിലെ തന്നെ സൂര്യൻ ഉദിക്കണൊക്കെ കാണാൻ പറ്റുവാണ്. സൈഡിൽ കാണാൻ പറ്റും. അതായത് നമുക്ക് അതെ, ഇത് പടിഞ്ഞാറ് ഭാഗമാണ്. അപ്പൊ സൂര്യ ഉദയവും കാണാം, സൂര്യ അസ്തമനവും കാണാൻ പറ്റുന്ന സ്ഥലമായിരുന്നു. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാര്യം എക്സ്പെഷ്യലി ഇവിടുത്തെ ഫുഡ് സൂപ്പർ ഇതായിരുന്നു. പിന്നെ ഇവിടുത്തെ ഓരോ എംപ്ലോയീസും അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറയാൻ പറ്റില്ല, അത്രയും നല്ല എംപ്ലോയീസ് ആയിരുന്നു. പിന്നെ ഇവര് ഏറ്റവും നല്ല രീതിയിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് ഓരോ സ്ഥലവും കീപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കും എൻ്റെ കുടുംബത്തിനും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. പ്രത്യേകിച്ച് ഈ ഒരു വാട്ടർ ഫ്രണ്ട് ബോഡിയും കൂടി വന്നപ്പോൾ നമ്മൾക്ക് വന്ന ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർവചിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഗ്രൗണ്ടിലുള്ള ഇതിപ്പോ 2 നിലയായിട്ടാണ്. ഗ്രൗണ്ടിലും ഫസ്റ്റ് ഫ്ലോറുമാണ്. ഗ്രൗണ്ടിലുള്ള ആൾക്കാർക്ക് ഒരു സൈഡിൽ ഒരു പേഴ്സണൽ പൂളും ഉണ്ട്. അതെ, പക്ഷെ അവര് ആ ആന്റി ഞങ്ങളും കൂടി നടക്കുന്നുണ്ടായിരുന്നു. അവര് ഇന്നലെ ഫുള്ള് ഒരു 30 മിനിറ്റ്സ് അതില് എക്സസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. നമ്മൾ പൂളിലൊന്നും ഇറങ്ങിയില്ല. കാര്യം മോൾക്ക് കാലൊന്ന് പ്ലാസ്റ്റർ ചെയ്തിട്ടിരിക്കണോണ്ട് നമ്മൾ ഒന്നും ചെയ്തില്ല. പക്ഷെ എങ്കിലും നമ്മളെ സംബന്ധിച്ച് 2 ദിവസം അത് ഭയങ്കര രസമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ കാര്യം ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങളുടെ MDL ക്ലാസ് ഞങ്ങൾ എടുത്തത്. 2 ക്ലാസ് എടുത്തു. ഒരിക്കൽ പോലും നമ്മുടെ ജോലിയെ നമ്മൾ ഒരിക്കൽ പോലും വിട്ടുകളഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ടീമിലുള്ള ആൾക്കാർക്കും ഈ ഒരു എനർജി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് വെച്ചാല് ലൈഫിൽ ഇടയ്ക്ക് നമ്മളിങ്ങനെ റെസ്റ്റ് എടുക്കുക, പുതിയ പുതിയ സ്ഥലത്ത് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുക, ഇതൊക്കെ തിരിച്ചങ്ങ് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വൈബ് മാറണില്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ നമ്മളുടെ ഇവിടെ നമ്മളിപ്പോ ഈ ഒരു ടൂർ അവസാനിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ വീണ്ടും ഇവിടെ തിരിച്ചു വരും.
അപ്പം എന്തായാലും ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കാണിക്കാം. അല്ലെങ്കിൽ റൂം ടൂർ ഒന്ന് നടത്തിയിട്ട് വരാം. ഇപ്പൊ ജയ്യൊന്ന് റൂം ടൂർ ഒന്ന് കാണിച്ചു കൊടുക്കാം. ജയ്യാണ് ഏറ്റവും മിടുക്കൻ. ഇതാണ് നമ്മള് നമ്മൾക്ക് ഈ റൂമൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ തിരിച്ചു പോകുമ്പോഴ് ഒത്തിരി ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്നുണ്ട് അല്ലേ? വളരെ നല്ല രീതിയിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ച ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഭയങ്കര സന്തോഷില്ല. സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഓടി കളിക്കാം. ഇങ്ങോട്ട് വന്നതിലേക്ക് വാഷ്റൂമാണ്. ഇവിടെ ശരിക്കും നല്ലൊരു ഏറ്റവും നല്ല രീതിയിലേക്കുള്ള ഒരു എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ട്. ശരിക്കും എല്ലാ ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അഗെയിൻ എന്തും നമ്മൾക്ക് ഇവിടെ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. ബാത്റൂമിൽ തന്നെ ശരിക്കും വളരെ നല്ലൊരു കുളിക്കാനായിട്ടാണ് ഏറ്റവും നല്ലൊരു ഷവറാണ്. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ ആണെങ്കിലും വളരെ നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് പിന്നെ ഈവൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ഇപ്പോൾ ലോഷൻസ് ആണെങ്കിലും ഈവൻ സോപ്സ് ആണെങ്കിലും എല്ലാം ഓർഗാനിക് ആയിട്ടുള്ള ഏറ്റവും നല്ല ലക്ഷറി ആയിട്ടുള്ള ക്രീംസും ഈവൻ ഷാംപൂസും എല്ലാം ഒരു കാര്യത്തിൽ പോലും ഒരു കോംപ്രമൈസ് ചെയ്തതായിട്ട് നമുക്ക് കാണില്ല. അപ്പോൾ ഒരു ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയത്തെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസുകൾ അനുഭവിക്കേണ്ടത് ഈ ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ എപ്പോഴും ഏറ്റവും നല്ല എക്സ്പീരിയൻസുകൾ ലൈഫിൽ കൊണ്ടുവന്നൊന്നും ഇവിടെ നിന്ന് ജീവിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് മൂവ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നഷ്ടം ഉണ്ടാവരുത്. ഇന്നത്തെ ഈ പ്രസന്റ് മൊമെന്റിൽ അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റണം എന്ന് വിചാരിക്കണ അത് നടപ്പാക്കണ ഒരാളാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോർട്ടാണ്. പക്ഷെ ആ ലൈഫിലെ ഓരോ മൊമെന്റ്സും നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോവാം. നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇപ്പൊ നമ്മളുടെ വില്ലാസ് വരുന്നത്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് അവർക്ക് 21 സെപ്പറേറ്റ് ആയിട്ടുള്ള 23 സെപ്പറേറ്റ് ആയിട്ടുള്ള വില്ലാസാണുള്ളത്. ഇതിപ്പോൾ നമ്മൾ താമസിച്ചതാണ് കീച്ചേരി എന്നാണ് അവരതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടുത്തത് കോയലാണ് ഗ്രൗണ്ട്, കീച്ചേരിയാണ് ഫസ്റ്റ് ഫ്ലോർ. ഇതാണ് നമ്മുടെ ആ ഒരു ബിൽഡിങ് നിൽക്കുന്നത്. നല്ല എന്താ പറയുക, ഫുൾ പച്ചപ്പിലാണിത് മൊത്തം ചെയ്തേക്കുന്നത്. ഭംഗിയായിട്ടുണ്ട്. ഏകദേശം 8 മുതൽ 10 ഏക്കർ സ്ഥലം ഉണ്ടെന്നാണ്. 8-10 ഏക്കർ ഉണ്ട് ഇവിടെ ലാൻഡ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് സ്ട്രക്ചറിലൊക്കെ കുറച്ചും കൂടി മെയിൻ്റനൻസിൻ്റെ, അതിപ്പോൾ അറിയാമല്ലോ, ഹോട്ടലൊക്കെ ആകുമ്പോൾ എപ്പോഴും മെയിൻ്റനൻസ് ആവശ്യമായിട്ട് വരും. എങ്കിലും അവർ ഹാപ്പി നല്ല രീതിയിൽ തന്നെ അതിനെ മാനേജ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നേച്ചർ ഫ്രണ്ട്ലി ആകുമ്പോൾ തന്നെ നമുക്കൊരു കാമിങ്. അതെ. എപ്പോഴും ഈ പച്ചപ്പിലാണെങ്കിൽ നമുക്കൊരു കംഫർട്ടബിൾ ആണ്. എവിടെ ചെന്നാലും നല്ലൊരു അതെ ചിത്രശലഭങ്ങൾ ഇങ്ങനെ നല്ല എല്ലാ തരത്തിലുള്ള നല്ല ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ. ഭയങ്കര രസമുണ്ട് ശരിക്കും. കാരണം നമുക്ക് ഈ ഒത്തിരി നല്ല വായു ശ്വസിക്കുന്നതിന്റെ ഒരു സുഖമുണ്ട്. ഇതാണ് സെന്ററായിട്ട് വരുന്ന ഏരിയ വരുന്ന. ആൻഡ് ഇവിടുന്ന് ഇപ്പൊ നമ്മൾ പോകുന്നത് ഒന്ന് നമ്മളുടെ റെസ്റ്റോറൻ്റാണ് ആൻഡ് ഒരു ബൂട്ടീക്ക് സ്റ്റോറും ഉണ്ട്. പൂള് കാണാം. അവിടെ വലിയ പൂളാണ്. പിന്നെ വരുന്നത് ഇവിടെ ഇപ്പൊ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്. പുഷ്പ എക്സ്പെഷ്യലി രാവിലെയും വൈകുന്നേര സമയം ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ സീ ഒരു നല്ലൊരു കാഴ്ചയാണ്. ഇതാ ഫുൾ ബട്ടർഫ്ലൈസ് ആണ്. ഇതിന്റെ പേര് എനിക്കറിയില്ല, ബട്ട് ഇഫ് യു ക്യാൻ സീ ഈ ചെടിയാണ് ഈ പ്ലാന്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും ബട്ടർഫ്ലൈസ്. ഞാൻ വീട്ടിൽ കുറെ നാൾ വെച്ചിരുന്നു. ഇപ്പൊ അതെന്റെ പോയി. ഇതാണ് ബട്ടർഫ്ലൈനെ അട്രാക്ട് ചെയ്യുന്ന ഒരു പ്ലാന്റ്. പൂമ്പാറ്റകളുടെ നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ അവർ വെച്ചിട്ടുണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ മറ്റേന്റെ കൂട്ടത്തിൽ വെക്കേണ്ട ഒരു പ്ലാന്റ് ആണ് ഇത്. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് അറിയില്ല. ബട്ടർഫ്ലൈനെ അട്രാക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ചെടി. ഇതുപോലെ ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്റ്റോണിൻ്റെ സ്റ്റാച്യൂസ് വെച്ചിട്ടുണ്ട്. എല്ലാം കരിങ്കല്ലിൽ കൊത്തിയ സ്റ്റാച്യൂസാണ്. പല പുരാണങ്ങളിലുള്ള പല ദേവന്മാരുടെ ദേവിമാരുടെ പലരുടെ ആയിട്ടുള്ള. ഇവിടെ ഇതാണ് നമ്മുടെ പൂള് വരുന്നത്. പൂള് നല്ല ആംബിയൻസ് ഉള്ള വലിയ പൂളാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ചെറിയ ബേബി പൂളും അതിൻ്റെ കൂടെ തന്നെ ബേബി പൂളും സൈഡിൽ കൊടുത്തിട്ടുള്ള ഒരു നല്ലൊരു ഓവൽ ഷേപ്പിലാണ് പൂള് ചെയ്തേക്കുന്നത്.
സാധാരണ ഈ ഷേപ്പ് അത്ര കാണാത്തൊരു ഷേപ്പ്. പിന്നെ സൈഡിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വുഡ് പാനലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. നടക്കാനായിട്ട് പൂളിൽ എപ്പോഴും അങ്ങനെയാണ് ഏറ്റവും ആംബിയൻസ് കിട്ടാനായിട്ട്. സ്കിഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടൈലൊക്കെ ഉപയോഗിക്കാതിരുന്നത്. സ്കൈലൊക്കെ അത് നനഞ്ഞ കാൽപാദത്തോടെ ആയിരിക്കും നമ്മൾ പലപ്പോഴും മൂവ് ചെയ്യുന്നത്. ആ സൈഡിലൊക്കെ തന്നെയാണെങ്കിൽ നല്ല രീതിയിൽ ചെടികളൊക്കെ വെച്ച് കൊടുത്തു. ഇതിൻ്റെ സൈഡിൽ വരുന്ന ബിൽഡിങ്ങാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് വരുന്നത്. സ്വിമ്മിംഗ് പൂളിൻ്റെ ഇതാണ് പൂളിൻ്റെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ബോളും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല സൈഡിലൊക്കെ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൂളിലിറങ്ങാനുള്ളതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഇത് ഓപ്പൺ ഏരിയയാണ്. ഓപ്പൺ ഏരിയയിലാകുമ്പോൾ ഈവനിങ് സ്നാക്സും കാര്യങ്ങളൊക്കെ അവർ നോൺ എ സിയിലാണ് നോർമലി സെർവ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് വരുമ്പോൾ അപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ നമുക്കത് എ സി റെസ്റ്റോറൻ്റാണ്. നോർമലി ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറെല്ലാം ഇവിടെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓവറോൾ നോക്കുമ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ലൊരു ആംബിയൻസാണ്. ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ സാധിക്കുന്നവർക്കൊക്കെ ഇവർക്ക് പല ലൊക്കേഷനിലുണ്ട്. ലൈക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കോവളം, ഗോവ, അതിരപ്പള്ളി അങ്ങനെ പല സ്ഥലങ്ങളിൽ അവർക്കുണ്ട്. അപ്പോൾ അത് നമുക്ക് ചൂസ് ചെയ്യാം. സോ ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു. ഇതിപ്പോൾ നമ്മളുടെ റെസ്റ്റോറൻറ്റ് നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് കണ്ടത്. ആൻഡ് വിൽ ബി ഗോയിങ് ഇൻ ദ റിസപ്ഷൻ ഏരിയയും ഓരോ ഏരിയാസിലും പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചിട്ടായിരിക്കും നമ്മൾ ഡിപ്പാർട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് ബിൻ 2 days നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ ഫ്രണ്ട് ഏരിയയും കാര്യങ്ങളും കൂടി കാണിക്കുന്നതായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് പ്രോഗ്രാമാണ്. നോക്കിക്കഴിഞ്ഞാൽ ജ്യൂസസ് ആയിട്ട് ക്യാരറ്റ് ജ്യൂസ്, അതുപോലെ വാട്ടർമെലൻ, വാനില മിൽക്ക് ഷേക്ക്. I prefer to go for carrot juice. അങ്ങനെ ഇവിടെ തന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, പൈനാപ്പിളും, അതുപോലെ വാട്ടർമെലനും, അതുപോലെ കുക്കുമ്പറും, സാലഡ്സ്, കുക്കുമ്പറും, ക്യാരറ്റ്. പിന്നെ നമുക്ക് ജ്യൂസും ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കെലോഗ്സ് എല്ലാ സാധനങ്ങളുണ്ട്. യോഗേർട്ട് ഉണ്ട്, സാൻഡ്വിച്ചസ് ഉണ്ട്. ഇത് പിന്നെ സ്വീറ്റ്സാണ്. മഫിൻ ഉണ്ട്, അതുപോലെ മഡ് കേക്ക്, പിന്നെ അതുപോലെ ബ്രെഡ്, ടോസ്റ്റിംഗ് ബ്രെഡ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ മസാലയാണ് നോൺ വെജായിട്ട് ഉള്ളത്. ബോയിൽഡ് എഗ് ഉണ്ട്, പാൻ കേക്ക്, പ്ലെയിൻ പാൻ കേക്കാണ്. അതുകൂടാതെ ആലു മട്ടർ, തവ പൊറോട്ട, ആലു മട്ടറാണ്. അതുപോലെ വന്നപ്പോൾ വട്ടയപ്പമാണ് എന്നുള്ളത് കേട്ടോ, സ്വീറ്റായിട്ട്. ഇന്നലെ എനിക്ക് തോന്നുന്നു അവൽ നനച്ചതായിരുന്നു ഉണ്ടായത്. ഇന്നിപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വട്ടയപ്പമാണ്, കേരള വട്ടയപ്പമാണ്. അതുപോലെ ക്യാരറ്റ് ഇഡ്ഡലി ഉണ്ട്. ഇന്നലെ പൊടി ഇഡ്ഡലിയും അതുപോലെ ഇന്നിപ്പോൾ വരുമ്പോൾ ക്യാരറ്റ് ഇഡ്ഡലിയും പ്ലെയിൻ ഇഡ്ഡലിയും അതിൻ്റെ എല്ലാ ടൈപ്പ് 3 ടൈപ്പ് സാമ്പാറുണ്ട്. അതുപോലെ ചട്നീസ് എല്ലാം ഉണ്ട്. മൈസൂർ ബോണ്ട പുട്ട് കടലയാണ് പിന്നെ ഉള്ളത്. പുട്ട് കടലയുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. നല്ലൊരു ഫുള്ളി റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിൻ്റെ ഇവിടെ നമ്മൾ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഏക്കർ കണക്കിന് പാടത്ത് ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്. ആക്ച്വലി ഇത് തടിയുടെ വളരെ കലാവിരുദ്ധമുള്ളൊരു റിസപ്ഷനാണ്. ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത വെച്ചാൽ ഇവിടുത്തെ റിസപ്ഷനിലെ ഇരിക്കുന്ന ആൾക്കാരെ തൊട്ട് ഇവിടെയുള്ള ഓരോ എംപ്ലോയീസിൻ്റെയും പ്രത്യേകത വെച്ചാൽ അവരുടെ മുഖത്ത് ചിരി മാത്രമേ കാണുള്ളൂ. അത്രയും നല്ല രീതിയിലേക്ക്, അത്രയും നല്ലൊരു ഇവരുടെ എനിക്ക് തോന്നുന്നു ആരാണ് ഇവർ മെൻറ്റർ ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ ഇവർ വളരെ നല്ല രീതിയിൽ ഓരോ കസ്റ്റമറെ കാണുമ്പോൾ അത്രയും നല്ല രീതിയിലേക്ക് നല്ല പെരുമാറ്റം. നമ്മുടെ തറവാട്ടിൽ ചെല്ലുന്നതിനേക്കാളും വെൽക്കമിങ് ആണ് ഇവരെല്ലാവരും. അത്രയും നല്ലൊരു സ്റ്റാഫിനാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മാനേജ്മെൻറ്റിനോട് തന്നെ എനിക്ക് ഒത്തിരി അപ്രിസിയേഷനും ഗ്രാറ്റിറ്റ്യൂഡും തോന്നുകയാണ്. കാര്യം ഇവർ അത്രയും നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് ഇവിടെ കയറുന്ന ഓരോ ആൾക്കാർക്കും ഇത്രയും പോസിറ്റീവ് വൈബ് പ്രദാനം ചെയ്യണതിൽ ഇവരുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം വളരെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു 2 days ഇവിടെ ഇപ്പോൾ ഊഞ്ഞാലുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ആടുമായിരുന്നു. അതും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ്. കാര്യം വെച്ചിട്ടല്ലേ ഈ ഒരു നിർമ്മായ റിസോർട്ടിൽ വന്നപ്പോൾ തൊട്ട് ഇവരുടെ എല്ലാവരുടെയും ഹാപ്പി ഫേസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാ ആൾക്കാരും അത്രയും നല്ല ആറ്റിറ്റ്യൂഡുള്ളൊരു സ്റ്റാഫിനെ ഞാൻ അടുത്ത കാലത്തൊന്നും ഒരു റിസോർട്ടിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എസ്പെഷ്യലി ഈ മോളുടെ മുഖത്തുണ്ടല്ലോ എപ്പോഴും ഒരു സൂര്യൻ ഉദിച്ച പോലെ സന്തോഷമുള്ള അത്രയും ചിരിക്കണ ഒരു മുഖമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും. അപ്പൊ മാഡം അങ്ങനെ തന്നെയാണ്. ഇത്രയും പോസിറ്റീവായിട്ട് 24 hours ഉണ്ടാലും അതില്ലാത്തൊരു ഫേസ് ഇല്ല. സോ ഭയങ്കര ഹാപ്പി. ഇങ്ങനെ നമുക്ക് സർവ് ചെയ്യാൻ പറ്റുന്ന തന്നെ ഒരു ഭയങ്കര
ഭയങ്കര നല്ലൊരു ഞങ്ങളെയും കൂടെ മോട്ടിവേറ്റ് ചെയ്ത ഒരു ടൈപ്പാണ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഫാമിലിക്ക് സെർവ് ചെയ്യാൻ പറ്റിയത് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി. ഇനി ഒരു വെക്കേഷൻ ഞങ്ങൾ ഉറപ്പായിട്ടും വരും. അപ്പൊ നിങ്ങൾ ആരാണെങ്കിൽ പോലും ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരു വെക്കേഷന് ഞാൻ റെക്കമെൻഡ് ചെയ്യുവാണ്. ഇവിടുത്തെ എൻറ്റയർ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എഗെയിൻ നമ്മുടെ വീട്ടില് നമ്മൾ തറവാട്ടി ചെല്ലുന്നേക്കാൾ കൂടുതൽ വെൽക്കമിങ് ആണ് ഇവരെല്ലാവരും. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈവൻ ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാം. അഗെയിൻ സ്പൈസ് ലാൻഡ് ഹോളിഡേയ്സിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഓഫറിൽ അവർ നിങ്ങളെ ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യും. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ലവ് യു ഓൾ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ജേർണി ഇന്ന് നമ്മൾ കുമരകത്ത് നിന്ന് നമ്മുടെ റിസോർട്ടിൽ ടാറ്റ ഗുഡ് ബൈ. ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ എത്താണ്. സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള വ്ളോഗ്സ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. പക്ഷെ അത് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാര്യം ഈ നമ്മുടെ ട്രാവൽ വ്ളോഗില് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എപ്പോഴും അന്നത്തെ തലയൊക്കെ ഇട്ടിട്ട് കുറെ പകളുണ്ടാക്കുന്ന ഒരു ഗസ്റ്റിനെ നമുക്ക് കാണാൻ പറ്റും. ആ ഗസ്റ്റിനെ എനിക്ക് കാണണമെങ്കിൽ ഇതിൽ എന്തായാലും ആളുടെ പേര് കമന്റ് ചെയ്യണം കേട്ടോ. അത് ആരാന്ന് ഞാൻ പറയണില്ല. ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഈ സൈഡിൽ പെടും. ഒത്തിരി കാണിച്ചുതരാം. ആരെങ്കിലും വരുന്നുണ്ട് ഡിസ്കൗണ്ട് മേടിച്ചുതരാം കേട്ടോ. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഷീജയുടെ ലൈഫ് കോച്ച് ഷീജയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് അവൈലബിൾ ആയിരിക്കും. അപ്പൊ താഴെ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ആൻഡ് ആ ഡിസ്കൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയിലും നിങ്ങൾക്കും ഇവിടെ വന്ന് നിൽക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ താങ്ക് യു സോ മച്ച് എവറി വൺ. ഗോഡ് ബ്ലെസ് യു. അടുത്ത വീഡിയോയിൽ കാണാം.